Hey guys, what's up? എല്ലാവർക്കും മലയാളിയുടെ സ്വന്തം ചാനലായ ബെസ്റ്റ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ഇതുവരെ ലൈക്ക് ഇല്ലാത്തവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം, ഞങ്ങളൊരു 2 കൂൾ വീഡിയോസ് പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ആ വീഡിയോ ആണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കമൻറ്റ് ഉള്ളതായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. ഒന്നാമത്തേത് വിൻഡോസ് 7 ഓർ XP ടു വിൻഡോസ് 8. അതായത് വിൻഡോസിൻ്റെ 7 അതോ XP ആണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് 8ൻ്റെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അതായത് സെറ്റിങ്സ് ഒന്നും മാറത്തില്ല, അതിൻ്റെ തീം വിൻഡോസ് 8ൻ്റെ ഇത് ചെയ്യാം. അതിൻ്റെ വീഡിയോ ചെയ്യും. അത് വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അല്ല എങ്കിൽ മാക്കിൻ്റെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റൈൽ മാത്രം മാറും, അതിൻ്റെ സെറ്റിങ്സ് ഒന്നും മാറത്തില്ല. ആ രണ്ടിൽ ഏത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കായി ഞങ്ങൾ ആ വീഡിയോ ചെയ്യും. അതുപോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും കാത്തിരുന്ന ഒരു വീഡിയോ ആണ്, എങ്ങനെയാണ് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ അക്കൗണ്ട്സ് അസോസിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിൽ കയറുക. അതിനുശേഷം വീഡിയോ മാനേജറെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൃഷി താഴോട്ട് കൊണ്ടുവന്ന ഈ 3 ഗുഡ് സ്റ്റാൻഡിങ് ആണോ എന്ന് നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം താഴോട്ട് വരിക. അതിനുശേഷം അലൗ അഡ്വർടൈസ്മെന്റ് ടു ബി ഡിസ്പ്ലേഡ് അലോങ് സൈഡ് മൈ വീഡിയോസ് ക്ലിക്ക് ചെയ്യുക. ഇതാ ക്ലിക്ക് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് കിട്ടത്തില്ല. ഇവിടുത്തെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ തുടങ്ങാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് നിങ്ങളുടെ അല്ലാതെ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോപ്പിറൈറ്റിന് നിങ്ങൾക്ക് അവർ ഒരു നോട്ടീസ് അയക്കും. അതിനുശേഷം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ തന്നെ വീഡിയോ ആയിരിക്കണം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിലുള്ളതാണ് എങ്കിൽ അവരത് പിടിക്കും. അത് ആദ്യം അവർ പിടിക്കത്തില്ല, കുറച്ച് നാൾ കഴിഞ്ഞേ പിടിക്കത്തുള്ളൂ. എങ്കിലും അവർ പിടിക്കും. പക്ഷെ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ വേറൊരു അക്കൗണ്ടിൽ ഇതുണ്ട്. അതിന് കണ്ടുപിടിക്കാനൊക്കെ ഒത്തിരി മാർഗങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ സിനിമകളും കോപ്പിറൈറ്റിന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ കോപ്പിറൈറ്റിൽ യൂട്യൂബിൽ വേറൊരു അക്കൗണ്ടിൽ കയറ്റി കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ആയിട്ട് ഇടും. അന്നേരം അവരെ കണ്ടുപിടിച്ച് കോപ്പിറൈറ്റ് ചെയ്യുന്നതാണ്. അതാണ് അവർ ഇപ്പം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു പാട്ട് കയറ്റാൻ പറ്റത്തില്ല. പാട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ അവരത് പിടിക്കുന്നതാണ്. ഒരു പാട്ടിൻ്റെ ഒരു ലെയർ പോലെ ഇത് കമ്പയർ ചെയ്ത് നോക്കും, അവരെ പേരും ഇത് നോക്കി, അങ്ങനെയാണ് അവർ പിടിക്കുന്നത്. ആദ്യം പാട്ട് 30 സെക്കൻഡിന് താഴെയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പണ്ട് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറക്കാതെ അതെല്ലാം കറക്റ്റ് ആയിരിക്കണം. വേറെ ഒന്നും പറ്റത്തില്ല. വേറെ ഒരാളുടെ വീഡിയോയോ വേറെ ഒരു സിനിമയ്ക്കകത്തെ ക്ലിപ്പോ 30 സെക്കൻഡിന് താഴെയാണെങ്കിൽ മാത്രമേ കുഴപ്പമില്ലാതെ കേട്ടാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ തന്നെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാകാം. സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഇവിടെ വന്നു. അതിനുശേഷം മോണിറ്റൈസേഷൻ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക. മോണിറ്റൈസേഷൻ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറെ കാര്യങ്ങൾ പറയും. അതിനുശേഷം ഇവിടെ ഡിസേബിൾ അല്ല, ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇത് വരും. ഇത് വന്നതിന് ശേഷം ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം വായിച്ചു നോക്കുക. അതിനുശേഷം ഹൗ വിൽ ഐ ബി പെയ്ഡ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അസോസിയേറ്റ് ആൻഡ് ആഡ്സെൻസ് അക്കൗണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ന്യൂ ആഡ്സെൻസ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾ 18 വയസ്സിന് മേളിലായിരിക്കണം പൈസ ഉണ്ടാക്കാൻ തുടങ്ങണമെങ്കിൽ. കാരണം 18 വയസ്സിന് മേളിൽ ഉള്ളവർക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കുറച്ച് പണിയുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ വേണം, ഓൺലൈൻ അക്കൗണ്ട് വേണം. അതുപോലെ ഇവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, കൺട്രി കൊടുക്കുക. അതിനുശേഷം കോണ്ടാക്ട്, നിങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെയാണ് അവർ പേരുണ്ടെങ്കിൽ മാത്രമേ ബാങ്കുമായിട്ട് അവർക്ക് ചെക്ക് ചെയ്ത് പൈസ തരാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ്, സിറ്റി, ടൗൺ, അതുപോലെ സ്റ്റേറ്റ്, സിപ്പ് കോഡ് അതെല്ലാം കൊടുക്കുക. അതുപോലെ ടെലിഫോൺ നമ്പർ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഐ എഗ്രി, ഇതെല്ലാം എഗ്രി ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 2 ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെയിൽ അയക്കുന്നതാണ്. മെയിലിലൂടെ നിങ്ങൾക്ക് കാണാം ഇത് വരുന്ന ഈ അക്കൗണ്ട് ഇതായി എന്നുള്ളത്. ഇതാണ് അതിൻ്റെ സൈൻ, നിങ്ങളുടെ അക്കൗണ്ടിൽ മോണിറ്റൈസ്ഡ് ആയി എന്നുള്ളത്. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര പൈസ ഉണ്ടാക്കിയെന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഇതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഇപ്പം മോണിറ്റൈസ്ഡ് ആണ്. ഞാനിപ്പം ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആഡ് വരും. നിങ്ങൾ തന്നെ ഒരു
10 പ്രാവശ്യമോ 20 പ്രാവശ്യമോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്യാൻസൽ ആയി പോകും. കാരണം അവരത് ശരിക്കും യൂട്യൂബ് ശരിക്കും പൈസ കൊടുക്കാൻ നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും കുറെ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവർ പറയും നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആയി, കാരണം നിങ്ങൾ അവരുടെ കോപ്പിറൈറ്റ് അവരുടെ ഇതിന്റെ എതിരായിട്ടുള്ള 2-3 കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് മെയിൽ അയക്കും. സോ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തന്നെ ആടെ ക്ലിക്ക് ചെയ്യരുത്. ആടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും പോവും. സോ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങളെ ഇതിന് മോണിറ്റൈസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഇത് കാണിക്കാനായിട്ടാണ്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾക്ക് വീഡിയോസിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് ഞാൻ പണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. ഞാനിത് സാധാരണ ഉപയോഗിക്കാറില്ല ഇപ്പം ഈ അക്കൗണ്ട്. സോ ഇതാണ് അതിൻ്റെ ആഡ്. ഈ കാണുന്ന ഒരു ആഡാണ്. സോ അങ്ങനെയാണ് അവർ ആഡ് തരുന്നത്. ഒന്നെങ്കിൽ ഈ ഭാഗത്ത് ഒരു ആഡ് കാണും, അല്ലെങ്കിൽ ഇവിടെ ഒരു ആഡ് പോപ്പപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫുൾ ആഡ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ അത്രേ ഉള്ളൂ. ഇതാണ് ആഡ്, നിങ്ങൾ കാണുന്ന ആഡ് ഇതാണ്. സോ ആ ആഡിലാണ് നമുക്ക് പൈസ കിട്ടുന്നത്. സോ ഗൈസ് അത്രേ ഉള്ളൂ. മറക്കാതെ തന്നെ എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ വീഡിയോ ആയിരിക്കണം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതിൻ്റെ സംബന്ധമായിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഫേസ്ബുക്കിലാണ് കോൺടാക്ട് ചെയ്യാൻ എളുപ്പം. സോ മറക്കാതെ തന്നെ ഏത് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ വിൻഡോസ് ടു വിൻഡോസ് 8ൻ്റെ തീം, അതായത് വിൻഡോസ് 8ൻ്റെ തീം ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ കുറേ ടാബുകൾ, നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് പോകാനുള്ള ടാബുകൾ. മാക്കിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഫുൾ താഴെ റോക്കറ്റ് ഡോക്ക് എന്ന് പറഞ്ഞൊരു സാധനം. അതുപോലെ അതിൻ്റെ നമ്മുടെ ടൂൾ ബാർ ഇപ്പുറത്ത് വരും, മേളിൽ വരും, ഇതുപോലെ വരും, പക്ഷെ വേറൊരു ടൂൾ ബാർ ആയിരിക്കും. അതുപോലെയുള്ള കാര്യങ്ങളാണ് മാക്കിൻ്റെ. സോ ഗൈസ് താങ്ക് യു വെരി മച്ച്. മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലേ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ആഡ്സെൻസിന് അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അവർ തള്ളിക്കളയത്തില്ല, എങ്കിലും കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. കാരണം അവർ കൂടുതൽ അത് നോക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വീഡിയോ റെൻറ്റ് ചെയ്യാനായിട്ട് അവർ കൂടുതൽ ഓപ്ഷൻസ് തരുന്നതാണ്. സോ നിങ്ങൾ പാർട്ട്നേഴ്സ് ആകുക. അതുപോലെ പൈസ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ആടെ ക്ലിക്ക് ചെയ്യരുത്. തന്നെ പോയി നിങ്ങളുടെ തന്നെ വീഡിയോ നിങ്ങൾ കാണരുത്. അതാണ് മെയിൻ ആയിട്ടുള്ള ടിപ്പ്. അതാണ് അക്കൗണ്ട് ക്യാൻസൽ ആകാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ആണത്. പിന്നെ വേറൊരാളുടെ വീഡിയോ കയറ്റരുത്. അത് കയറ്റിക്കഴിഞ്ഞാൽ അവർ ഒരു ഫോം ഉണ്ട്, ആ ഫോമിൽ അത് പൂരിപ്പിച്ച് നിങ്ങളുടെ അക്കൗണ്ട് ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും. സോ നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോസ് വേറെ ആരെങ്കിലും മോഷ്ടിച്ചുവെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. നിങ്ങളാണ് ആദ്യം ആ വീഡിയോ കയറ്റിയത്, അല്ലെങ്കിൽ ആ വീഡിയോയുടെ ഓണർ നിങ്ങളാണ് എന്ന് ഉറപ്പാണ്. അതുപോലെ നിങ്ങളുടെ കയറ്റിയ ഡേറ്റ് അതിനും പുറകിലാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് മറ്റേ വീഡിയോ കോപ്പിറൈറ്റ് ചെയ്ത് ബാൻ ചെയ്യാം. സോ അതൊരു നല്ല പരിപാടിയാണ്. എൻ്റെ കുറേ വീഡിയോസ് കുറേ പേര് കയറ്റി, പക്ഷെ അവർക്കറിയത്തില്ലായിരുന്നു ഇത് അവരുടെ അക്കൗണ്ട് തന്നെ ബാൻ ആയിപ്പോയി. ഞാൻ 4 കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്ത് അവരുടെ അക്കൗണ്ട് ഇതായിപ്പോയി. സോ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി പേര് ഇത് കോപ്പി ചെയ്ത് കയറ്റുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമാണ് വീഡിയോസ്, അത് കയറ്റാനും എളുപ്പമാണ്. സോ അത് ചെയ്യാൻ എളുപ്പമാണ്. അത് അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അടിക്കുക. ഞാനത് ഒരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് കോപ്പിറൈറ്റിന് ക്ലെയിം ചെയ്യുന്നതെന്ന്. അത് നല്ലൊരു പരിപാടിയാണ്. സോ ഗൈസ് താങ്ക് യു വെരി മച്ച്. മറക്കാതെ തന്നെ ഞങ്ങളുടെ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ തൊട്ട് താഴെ ഇടാം. ബാക്കിയുള്ള വീഡിയോസ് കാണുക. താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്.